ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന് നിങ്ങളിൽ നുരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ, ഉരുൾ എന്ന പേര് പറയും. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളുടെ കഷ്ടത കണ്ടു എന്നും നിലവിളി കേട്ടുമെന്നും പറഞ്ഞ് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ മോശയിലൂടെ ദൈവം ചെയ്ത ഒരു വലിയ പദ്ധതിയാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലും മുതൽ ആവർത്തന പുസ്തകം വരെ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വൻ പ്രവർത്തികളെക്കുറിച്ച് അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഒന്നാമത്തെ ഈ വചനത്തോടുള്ള ബന്ധപ്പെട്ട ചിന്ത എന്നുള്ളത്, ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ, ഇസ്രായേലിനെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ഒരുക്കിയ വഴി എന്നുള്ളത് നമ്മുടെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ ഒന്നും നിരക്കുന്നതല്ല. കാരണം ദൈവം ഫറവോൻ്റെ അടുക്കലേക്ക് ചെന്ന് ഫറവോനോട് എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞ് ഒരു ക്രമീകരണം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ദൈവം ഇസ്രായേലിൻ്റെ കഷ്ടത കാണുമ്പോൾ, അവരുടെ നിലവിളി കേട്ടപ്പോൾ ദൈവം നേരെ പോകുന്നത് മിദ്യാനിലെ പുരോഹിതൻ്റെ ആടിനെ മേയിച്ചുകൊണ്ട് സീനായി മലയുടെ അടിവാരത്ത് നിൽക്കുന്ന മോശയുടെ അടുക്കിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവിക പദ്ധതിയൊന്നും നമ്മളുടെ വിചാരങ്ങളോ ചിന്തകളോ ഒന്നും അല്ല എന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യം പറയാൻ കാരണം, അങ്ങനെ മോശയെ ഒരുക്കി ഫറവോൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി 10 ബാധകളിലൂടെ ഫറവോനെ ദണ്ഡിപ്പിക്കുകയും ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസം വർദ്ധിക്കുവാനും കാരണമാകുന്ന ചില വൻ പ്രവർത്തികളെ ചെയ്ത് 9 ബാധകളിലും മോശ ആയിരുന്നു നേതൃത്വം കൊടുത്തതെങ്കിൽ 10ാമത്തെ സംഹാരദൂതൻ ഇറങ്ങുന്നത് മോശയുടെ നിയന്ത്രണത്തിലേ അല്ല. മോശയല്ല ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. മോശ ഉൾപ്പെടെ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുമ്പോൾ കട്ടളക്കാൽമേലും കുറുമ്പടിമേലും രക്തം പുരട്ടി ഓരോ മുറിയുടെ അകത്തളങ്ങളിൽ മോശ ഉൾപ്പെടെ ഇരിക്കുക. ദൈവം നേരിട്ടിടപെടുന്ന ഒരിടപാടാണ് സംഹാരദൂതൻ ഇറങ്ങുന്ന ആ രാത്രിയിൽ സംഭവിച്ചത്. അപ്പോൾ വ്യക്തിയിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതമുണ്ട്, ദൈവം നേരിട്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നേരിട്ട് ഇടപെട്ട് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം, ദൈവം തന്നെ മോശയോട് പറയുകയാണ്, ഞാൻ അവരെ വിടുവിക്കും, ഞാൻ അവരെ കൊണ്ടെത്തിക്കും. അതെ, ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തീകരിച്ച് അവരെ ഇറക്കി. നോക്കണം, വാഗ്ദത്ത കനാനിലോട് അടുക്കുന്നതിന് തൊട്ടു മുൻപാണ്, സ്തോത്രം, മിരിയ മരിക്കുന്നു, അഹരോൻ മരിക്കുന്നു, ശേഷമായി നെബോ പർവ്വതത്തിൽ വെച്ച് മോശയും മരിക്കുന്നു. അപ്പോൾ നോക്കണം, വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം നിയോഗിച്ചിറക്കിയ അഗ്രഗണ്യരെന്ന്
ഇസ്രായേൽ മക്കൾ വലിയ കാര്യത്തോട് വിശ്വസിച്ച ലീഡർഷിപ്പിൽ നിന്നവരൊക്കെ ആ പിക്ചറിൽ നിന്ന് മാറി. ഇപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഒരു ചിന്തയുണ്ടാകാം, ഇനിയും ഞങ്ങൾ അവിടെ എത്തുമോ? 40 വർഷമായി ഇറങ്ങിത്തിരിച്ചിട്ട് എത്തുമോ? പക്ഷേ യോശുവയിലൂടെ ദൈവം ഹല്ലേലൂയ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞ തൻ്റെ വാഗ്ദത്തം നിവർത്തീകരിച്ച് യോർദാൻ്റെ അക്കരെ കയറി. പ്രൈസ് ദി ലോർഡ്. ജനം പരിച്ഛേദന കഴിച്ച് ദൈവീയ ഉടമ്പടി പുതുക്കി ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് പെസഹ കഴിച്ച് ദൈവത്തിന് അവർക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്മകൾക്ക് അവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രൈസ് ദി ലോർഡ് ഒരിക്കലും എത്താൻ സാധ്യതയില്ല എന്ന് അവർ വിചാരിച്ച് നേതൃത്വങ്ങൾ മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങളെല്ലാം പലരും മാറിമറിഞ്ഞു. ഇറങ്ങിത്തിരിച്ചവർ പലരും മരുഭൂമിയിൽ പട്ടുപോയി. ഇനിയും ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധ്യത എങ്ങനെയെന്ന് പോലും ചിന്തിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. പക്ഷേ ദൈവം തൻ്റെ വാഗ്ദത്തത്തെ പൂർത്തീകരിച്ച് ജനം വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചപ്പോൾ യഹോവയായ ദൈവം യോശുവയോട് പറയുകയാണ്, മിസ്രയീമിൻ്റെ നിന്ന ഉരുട്ടിക്കളൻ. ദൈവമക്കളെ, ചുറ്റുമുള്ള ജാതികൾ ഫറവോൻ ഉൾപ്പെടെ അവിടുത്തെ ആളുകൾ എല്ലാവരും പറഞ്ഞ ഒരു വാക്ക് കാണും, അവരൊരിക്കലും അവിടെ എത്തത്തില്ല. എങ്ങനെ എത്താനാ? പ്രൈസ് ദി ലോർഡ്. അവർ പോകുന്ന വഴിയിൽ സാധ്യതകളെല്ലാം തടയപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ചെങ്കടൽ മുമ്പിലുണ്ട്, മരുഭൂമി മുമ്പിലുണ്ട്, വലിയ ബഹുജനമാ, വെള്ളം പ്രൈസ് ദി ലോർഡ് ഇല്ല, കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, ഇതെല്ലാം ഉള്ളപ്പോൾ ഒരിക്കലും എത്തത്തില്ലവർ, ഒരിക്കലും എത്തത്തില്ല. സാധ്യതകളൊന്നും അവരുടെ മുമ്പിലില്ല എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് അവരെ നിന്ദിച്ച് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഈ ഉഴന്ന നടപ്പ്, ഹല്ലേലൂയ എന്ന് ഉഴലുകയുള്ളൂ, എന്ന് ഉഴലുകയുള്ളൂ എന്ന് പ്രൈസ് ദി ലോർഡ് വിചാരിച്ച ജാതികളുടെ മധ്യത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവ നിന്ദ മുഴുവനും മാറ്റി ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ കനാൻ നാട്ടിൽ പ്രവേശിപ്പിച്ചു. നിങ്ങൾ നോക്കണം ദൈവമക്കളെ, ബൈബിളിൽ ചില വ്യക്തികളെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഹന്ന തൻ്റെ ജീവിതത്തിൽ ഒരു തലമുറയെ ലഭിക്കാതെ ഇരുന്നപ്പോൾ പെനീനെ അവളെ ആലയത്തിൽ പോകുമ്പോഴൊക്കെ നിന്ദിക്കുമായിരുന്നു. അവൾ ആലയത്തിൽ പോകാൻ തുടങ്ങുമ്പോഴൊക്കെ നിന്ദിക്കുമായിരുന്നു. എന്നാൽ അവളുടെ നിന്ന മാറ്റി തലമുറയെ കയറത്തിൽ കൊടുത്ത് ആ തലമുറ പ്രൈസ് ദി ലോർഡ് ദാൻ തൊട്ട് ബർശേബ വരെ അറിയപ്പെട്ട ഒരു തലമുറയായി തീർന്നതും ഇന്ന് പകൽക്കാലം ഓർക്കേണ്ടതാ. ഹല്ലേലൂയ. നിന്ദകളെ മാറ്റുന്നവൻ, നിന്ദകളെ ഉരുട്ടിക്കളയുന്നവൻ, ഹല്ലേലൂയ സ്തോത്രം, നിന്ദകൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു ദൈവത്തെയാ ഈ പകൽക്കാലം ഞാൻ ഉയർത്തുന്നത്. അതുകൊണ്ട് നേതൃത്വങ്ങൾ മാറാം, കൂടെയുള്ളവർ മാറിപ്പോകാം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, നിന്ദ മാറുന്ന ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് പറഞ്ഞ നിന്ദയുടെ വാക്കുകളൊക്കെ മാറുന്ന ദിവസം. അതോർത്ത് പ്രൈസ് ദി ലോർഡ് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രൈസ് ദി ലോർഡ് പടയാളികളും ഭൂതചേവകന്മാരും ഒക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ യേശുവിനെ നിന്ദിക്കുന്ന എത്ര നിന്ദാവാക്കുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ അടിച്ചത് ആരാണെന്ന് പറ, നീ പ്രവാചകനല്ലേ? ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ആലയത്തെ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞവനല്ലേ? ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. എത്രയോ നിന്ദാവാക്കുകൾ യേശുവിൻ്റെ മുഖത്തു നോക്കി യേശുവിനെ ഹല്ലേലൂയ പരിഹസിച്ചും പറഞ്ഞു. പക്ഷേ അവരറിഞ്ഞില്ല
പ്രൈസ് ദി ലോർഡ്, എല്ലാ നിന്ദയും മാറി മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെ ഹല്ലേലൂയ അവർക്ക് പ്രൈസ് ദി ലോർഡ് ഒരു പക്ഷേ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിച്ചാൽ അവൻ പറയും, ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടതാ പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ തൊട്ടതാ, ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം അവൻ്റെ വാക്ക് കേട്ടതാ. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ യോഹന്നാൻ അടുത്തു കാണുകയാണ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് മറ്റു പലരും കാണാത്തത് ദൈവം നിന്നെ കാണിക്കും. പ്രൈസ് ദി ലോർഡ്, നിന്റെ നിന്ന മാറ്റുന്ന, നിന്റെ അപമാനം മാറ്റുന്ന, നിന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ തിരുത്തി പറയുന്ന ഒരു ദിവസം ദൈവം നിനക്ക് വേണ്ടി തരും. നിന്റെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറ്റി ഗിൽഗാൽ ഹല്ലേലൂയ അതേ മാറ്റിയ സ്ഥലമാക്കി മാറ്റുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. നിന്ദകൾക്കും അപമാനങ്ങൾക്കും ചില ദിനങ്ങളുണ്ടാകാം പ്രൈസ് ദി ലോർഡ്, പക്ഷേ അതൊത്തിരി ദിവസങ്ങളായി പോകുകയില്ല. അത് മാറ്റുന്ന കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ വാഗ്ദത്തത്തെ നിനക്ക് പൂർത്തീകരിച്ച് തരുന്ന, നിന്നെ ശ്രേഷ്ഠതയിലേക്ക് നടത്തുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഇസ്രായേൽ മക്കളുടെ നിന്ദയെ മാറ്റി ഹല്ലേലൂയ അവരുടെ വാഗ്ദത്തത്തെ അവരുടെ കയ്യിൽ കൊടുത്ത് അനുഗ്രഹിച്ച വാക്കുകൾ ഞങ്ങൾ വായിച്ചപ്പ മാത്രമല്ല കർത്താവേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, കൂടെ ഇറങ്ങിയവർ ഹല്ലേലൂയ മുൻനിരയിൽ നിന്നവർ ഒക്കെ മാറിപ്പോയിട്ടും കർത്താവേ അങ്ങയുടെ വാഗ്ദത്തം മാറ്റാതെ അങ്ങ് അത് പൂർത്തീകരിച്ചതും ഞങ്ങൾ കണ്ടു. അതെല്ലാം ഓർത്തു സ്തോത്രം. ജനത്തിൻ്റെ നിന്ന മാറ്റുന്ന ഒരു കർത്താവിനെ ഈ പകൽക്കാലം ഞങ്ങൾ കണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ജനത്തിന് ഗിൽഗാൽ കൊടുക്കുന്ന, ജനത്തിന് നിന്ന മാറ്റി കൊടുക്കുന്ന ഹല്ലേലൂയ അങ്ങയുടെ പ്രവർത്തിക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനം ദൈവദിനത്ത് വരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.